വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ്. വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾക്കേറെ സുപരിചിതയായി മാറിയ നടിയാണ് ഗ്രേസ് ആൻ്റണി. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ഗ്രേസ് ആൻ്റണി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ഇതിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച ഷമ്മി എന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയായിട്ടായിരുന്നു ഗ്രേസ് ആൻ്റണി അഭിനയിച്ചത്. വളരെ മികച്ച പ്രകടനമാണ് ഗ്രേസ് ആൻ്റണി ആ സിനിമയിൽ കാഴ്ചവെച്ചത്. ഷെയ്ൻ നിഗം നായകനായ സൗബിൻ ഷാഹറും ഫഹദ് ഫാസിലും ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ ആ ചിത്രം, ആ സിനിമയിലൂടെ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ ഗ്രേസ് ആൻ്റണി പിന്നീട് മലയാള സിനിമയിലെ തന്നെ പകരം വെക്കാനാവാത്ത ഒരു നടിയായി വളർന്നു വരികയായിരുന്നു. മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും യുവതാരങ്ങൾക്കൊപ്പവും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ഗ്രേസ് തമിഴിലും അഭിനയിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോഴിതാ തനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമുള്ള താരങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഗ്രേസ് ആൻ്റണി. ഗ്രേസ് ആൻ്റണി പറയുന്നത് സുരാജ് വെഞ്ഞാറമൂടിനോടൊപ്പം അഭിനയിക്കണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, അത് സാധിച്ചു. ഇനി ധനുഷ്, വിജയ് സേതുപതി തുടങ്ങിയ നടന്മാരോടൊപ്പം അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് ഗ്രേസ് പറയുന്നത്. ഗ്രേസ് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഒട്ടുമിക്ക നായക നടന്മാരോടൊപ്പവും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ സുരാജ് വെഞ്ഞാറമൂടിനോടൊപ്പം അഭിനയിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഇപ്പോഴത്തെ അദ്ദേഹത്തോടൊപ്പം ഞാൻ അഭിനയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ധനുഷ് ഒരു ഓപ്ഷനാണ്, വിജയ് സേതുപതി ഒരു ഓപ്ഷനാണ്, വിക്രം സാർ ഒരു ഓപ്ഷനാണ്. ഇവരുടെയൊക്കെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. അത് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നും ഗ്രേസ് പറയുന്നു. അതേപോലെ തന്നെ മലയാളത്തിൻ്റെ മെഗാതാരം മമ്മൂട്ടിക്കൊപ്പം റോഷാക്ക് എന്ന സിനിമയിൽ വളരെ മികച്ച ഒരു കഥാപാത്രത്തെ ഗ്രേസ് ആൻ്റണി അവതരിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ചും ഗ്രേസ് ആൻ്റണി പറയുകയുണ്ടായിരുന്നു. മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുക എന്നതൊരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പലപ്പോഴും നമുക്കൊക്കെ അഭിനയിക്കാൻ അറിയാം എന്ന് ഇവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അതായത് മമ്മൂക്കയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പല രംഗങ്ങളിലും അത് തൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും, മമ്മൂക്കയെ ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ തോന്നുമ്പോൾ ഞാൻ വളരെ നന്നായിട്ട് അഭിനയിക്കും. അപ്പോൾ മമ്മൂക്ക ചോദിക്കും, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ, ആ കൊള്ളാം, നിങ്ങളൊക്കെ ഇങ്ങനെ അഭിനയിച്ചു തുടങ്ങിയാൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നാണ് മമ്മൂക്ക ചോദിക്കുന്നത് എന്നൊക്കെയാണ് ഗ്രേസ് ആൻ്റണി പറയുന്നത്. ഗ്രേസ് ആൻ്റണി വളരെ പാവപ്പെട്ട ഒരിടത്തരം കുടുംബത്തിൽ നിന്ന് വന്നാണ്. തൻ്റെ അച്ഛൻ ജോലി ചെയ്തിട്ടാണ്, കൂലിവേല ചെയ്തിട്ടാണ് തന്നെ വളർത്തിയതെന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ലാത്ത നടിയാണ് ഗ്രേസ് ആൻ്റണി. അതുപോലെ തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ സിനിമകളാണ് ഗ്രേസ് ആൻ്റണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രേസ് ആൻ്റണി അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളിലും അവരുടേതായ ഒരു കയ്യൊപ്പ് അവർക്ക് ചാർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോഷൂട്ടുകളിലും വളരെ നാടൻ ശൈലിയിലുള്ള ശാലീന പെൺകുട്ടിയായിട്ടാണ് അവർ കുമ്പളങ്ങി നൈറ്റ്സിലെത്തിയെങ്കിൽ പിന്നീട് അവർ ചില ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തി മലയാളികളെ ഞെട്ടിച്ചിരിക്കുന്നു. അതേപോലെ മോഡേൺ വേഷത്തിലും ഗ്ലാമറസ് വേഷത്തിലുമൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്തായാലും തമിഴകത്തിൻ്റെ ചിയാൻ വിക്രത്തിനൊപ്പവും അതേപോലെ തന്നെ തമിഴകത്തിൻ്റെ യുവ സൂപ്പർ താരം ധനുഷിനൊപ്പവും വിജയ് സേതുപതി, നടികർ മക്കൾ തിലകം വിജയ് സേതുപതിക്കൊപ്പം അഭിനയിക്കാനുള്ള ഗ്രേസിൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധ്യമാകണേ എന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ഗ്രേസിന് അതിനൊക്കെ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.